നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നാരായണീയമാകുന്നു. മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ നാരായണീയത്തിലെ ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും എന്ന 9ാമത്തെ ദശകത്തിലെ 6ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. കിരീടമകുടോല്ലസത് കടകഹാര കേയൂരയുക് മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുസ്ത്വദൈ ഭാവയേ കമലജന്മനേ ദർശിതം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. കിരീടമകുടോല്ലസത് കടകഹാര കേയൂരയുക് മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുഹു ത്വത് ഐ ഭാവയെ കമലജന്മനെ ദർശിതം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കിരീടമകുടോല്ലസത് കടകഹാര കേയൂരയുക് മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം കമലജന്മനെ ദർശിതം ഐ തത് വപുഹു ഭാവയേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഹേ ഭഗവൻ, കിരീടമകുടങ്ങളാൽ പ്രകാശം പൂണ്ടതും കൈവള മാല കുണ്ടലം എന്നിവയോടു കൂടിയതും രത്നങ്ങളാൽ പ്രകാശം ചൊരിയുന്ന അരഞ്ഞാണത്തോടു കൂടിയതും ആകർഷണീയമായ പീതാംബരം ധരിച്ചവനും കളായ കുസുമത്തിൻ്റെ കാന്തി ചൊരിയുന്നതും മിന്നുന്ന കൗസ്തുഭരക്തം കഴുത്തിൽ അണിഞ്ഞവനും ബ്രഹ്മദേവനാൽ ദർശിക്കപ്പെട്ടതുമായ ആ മനോഹരമായ വപുസ്സിനെ, ശരീരത്തെ, ഗാത്രത്തെ ഞാനിതാ ധ്യാനിക്കുന്നു. നമസ്തേ.